ഇബ്ലീസ് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകളെ വഴി തെറ്റിക്കുമെന്ന് അള്ളാഹുവിനോട് ചാലഞ്ച് ചെയ്തിട്ടാണ് അവിടുന്ന് ഇറങ്ങിയത്. എന്ന് വെച്ചാൽ ആരെ കൊണ്ടും ഞാൻ അള്ളാഹിനെ സ്നേഹിപ്പിക്കില്ല, അവനോട് ഇബാദത്ത് ചെയ്യിപ്പിക്കും നമ്മളെ കൊണ്ട്. പക്ഷെ ഇബാദത്തിലൊന്നും ചിലപ്പോൾ നമ്മൾ രാവിലെ തഹജ്ജുദിന് എണീപ്പിക്കും, നമ്മൾ സുബഹിക്ക് എണീപ്പിക്കും ഒക്കെ ചെയ്യും. പക്ഷെ ആ നിസ്കാരത്തിലൊന്നും നമുക്ക് എന്തുണ്ടാവില്ല, ഖുശൂ ഉണ്ടാവില്ല. നമുക്ക് സ്നേഹിക്കാതുള്ള ഒരു നിസ്കാരം ഉണ്ടല്ലോ, നമ്മൾ മുമ്പ് പറഞ്ഞ നിസ്കാരം, ആ രീതിയിൽ ഒരുപാട് നിസ്കരിപ്പിക്കും. അവന്റെ ലക്ഷ്യം അതാണ്, സ്നേഹം ഒഴിവാക്കുക എന്നതാണ് അവന്റെ ലക്ഷ്യം. കാരണം ഒരാൾ അള്ളാഹുവിനെ യഥാർത്ഥ രീതിയിൽ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ലക്ഷ്യമില്ല. കാരണം അള്ളാഹു തിരിച്ച് ചാലഞ്ച് ചെയ്യുന്നുണ്ട്, എന്റെ യഥാർത്ഥ അടിമകൾ, എന്നെ സ്നേഹിക്കുന്ന അടിമകൾ മാത്രം നിനക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, വഴിതെറ്റിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ലെവലിലെത്താൻ ശൈത്താന് അല്ലെങ്കിൽ ഇബ്ലീസ് സമ്മതിക്കില്ല. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ അധിക പേരും ഇബ്ലീസിന്റെ ആ ഒരു പാതയിലാണ് പിന്തുടരുന്നത്. ഒരുപാട് ഇബാദത്ത് ചെയ്ത് കൂട്ടും. പക്ഷെ കൽബ് ശുദ്ധീകരിക്കേണ്ട ഒരു ചിന്തയില്ല. അപ്പൊ എന്തുണ്ടാവുക, അപ്പൊ അവന് ഉദ്ദേശിച്ച പോലെ നടക്കും. ആരും അള്ളാഹുവിനെ സ്നേഹിക്കാൻ നിൽക്കൂല. എല്ലാരും ഒരു ഹാബിറ്റ്, ഒരു കർമ്മം എന്ന നിലക്ക് എന്തെല്ലോ ചെയ്തു കൂട്ടുന്നില്ലാതെ കൽബിൽ അള്ളാഹു ഇല്ല, അള്ളാഹുവിന്റെ സ്നേഹം തിരിച്ചറിയുന്നില്ല, സൽസ്വഭാവം ഇല്ല, ഒന്നുമില്ല അല്ലേ. അപ്പോ അവര് തോന്നുമ്പോ അള്ളാഹിന്റെ ആളാവും, തോന്നുമ്പോ ശൈത്താന്റെ ആളാവും. അപ്പോ ചില ആൾക്കാരൊക്കെ കാണാം, ആദ്യം ഒരു സ്റ്റാറ്റസ്, ഖുറാന്റെ സ്റ്റാറ്റസ് വെക്കും രാവിലെ, ഉച്ചക്ക് നോക്കുമ്പോൾ ഉണ്ടാവും സിനിമാ പാട്ടിന്റെ സ്റ്റാറ്റസ് വെക്കുന്നത്, പിന്നെ രാത്രി നോക്കുമ്പോൾ ഉണ്ടാവും വേറെന്തെങ്കിലും അനാവശ്യ സ്റ്റാറ്റസ് വെക്കുന്നത്. അപ്പോൾ പല കോലത്തിലാണ് അവരുടെ ചിന്തകൾ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ശൈത്താന്റെ ഒരു വലയിലാണ് യഥാർത്ഥത്തിൽ. നമ്മൾ വലിയ ദീനിയാണ് എന്നുള്ള ബോധം നമ്മളെ കൊണ്ട് വരുത്തിക്കുക എന്നത് അവന്റെ ഒരു കെണിയിൽപ്പെട്ടതാണ്. അല്ലദീനഹും അൻ സ്വലാത്തിഹിം ദാഇമൂൻ, സ്ഥിരമായി നിസ്കരിക്കുന്ന ആളുകൾ, അവരുടെ നിസ്കാരത്തിൽ അവർ സ്ഥിരത കാണിക്കുന്നവരാണ്. അവരൊഴികെ ബാക്കി എല്ലാവർക്കും ഈ ഒരു ക്വാളിറ്റി ഉണ്ടാവും. എന്താ ക്വാളിറ്റി? അവർക്ക് അക്ഷമയുണ്ടാവും, അവർ പിശുക്ക് കാണിക്കും, അവർക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ ഭയങ്കര പൊരുതികേടായിരിക്കും, ഒരു വേവലാതിയായിരിക്കും. അപ്പൊ നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് ഈ ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ നിസ്കാരം ശരിയല്ല എന്നർത്ഥം. അപ്പൊ അള്ളാഹുവിനെ അറിഞ്ഞ് നിസ്കരിക്കുക, അള്ളാഹുവിനെ സ്നേഹിച്ച് നിസ്കരിക്കുക, അള്ളാഹുവിനെ മനസ്സിലാക്കി നിസ്കരിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിനെ മനസ്സിലാക്കി ജീവിക്കുക, ഇത് നമ്മളിൽ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതില്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഇബ്ലീസിന്റെ പാതയാണ് പിന്തുടരുന്നത്. ഓക്കെ, ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ, ഞാൻ ഇത് ചെയ്യുന്നുണ്ടല്ലോ, അത് ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ കൂടെ നമ്മൾ തിന്മയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നിസ്കാരം കൊണ്ട് നമ്മളൊന്നും നേടിയിട്ടില്ല. അതിന്റെ കൂടെ നമ്മൾ പിശുക്ക് കാണിക്കുന്നുണ്ട്, നമ്മൾ കൽബിൽ വിശാലതയില്ല, ഇടുങ്ങിയൊരു ഹൃദയമാണ്. ഇന്ന സ്വലാത്ത് തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിസ്കാരം തെറ്റും തിന്മയും പാപത്തെയും തടഞ്ഞു നിർത്തും എന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ തിന്മയും പാപം ഉണ്ടെങ്കിൽ നമ്മുടെ നിസ്കാരം അത് തടഞ്ഞു നിർത്തുന്നില്ല എന്നർത്ഥം. കാരണം നമ്മുടെ നിസ്കാരം ശരിയായിട്ടില്ല എന്നർത്ഥം. അപ്പോ ഇബ്ലീസിന്റെ പാത പിന്തുടരാതെ നമ്മൾ അള്ളാഹുവിന്റെ ആളുകളായി ജീവിക്കാൻ ശ്രമിക്കണം. അതിന് ആദ്യമായി വേണ്ടത് അള്ളാഹുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുക. എന്തിനാണ് അള്ളാഹു ഇവിടെ ഹറാമുകൾ വെച്ചത്? ആ ഹറാമുകളൊക്കെ നമ്മൾ ഒഴിവാക്കുക. അതിനോട് നമ്മൾ ചോദ്യം ചെയ്യരുത്, എന്താ ഞാൻ കള്ളുടിച്ചാൽ ഇപ്പൊ എന്തായി പോണ്, അല്ലെങ്കിൽ തലയിൽ തട്ടിട്ടില്ലെങ്കിൽ എന്തായി പോണ്, അല്ലെങ്കിൽ പരീക്ഷ എടുത്താൽ എന്താ ഇപ്പൊ പ്രശ്നം, ചെറിയ ശതമാനമില്ലേ, അങ്ങനെയൊക്കെ ചിന്തിച്ച് ന്യായീകരിച്ച് ചിന്മയിലേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ആരുടെ പാതയാണ്